പനമ്പള്ളിനഗറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രയൽ റൺ തടഞ്ഞ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ 8 ലക്ഷം രൂപ വാടക കുടിശ്ശിക ഉണ്ടെന്ന് കൗൺസിൽ പ്രസിഡന്റ് പി.വി. ശ്രീനിജൻ എം.എൽ.എ. പറഞ്ഞു. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഒടുവിൽ ഗേറ്റ് തുറന്നു കൊടുക്കുകയായിരുന്നു. വിവരങ്ങളുമായി എ.ടി. അശ്വതിയുണ്ട്. അശ്വതി, വാടകയുടെ തർക്കത്തിൽ നൂറുകണക്കിന് താരങ്ങളാണ് വെയിലിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ താരങ്ങൾ എല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സെലക്ഷൻ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഗ്രൗണ്ടിൽ ഇല്ല. പക്ഷേ ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം വരുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിലും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള പ്രശ്നങ്ങളിലാണ്. ഈ വിഷയത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ കൃത്യമായി വിവരങ്ങൾ ധരിപ്പിച്ചിട്ടില്ല എന്നതാണ് പി.വി. ശ്രീനിജന്റെ വാദം. അതുപോലെ തന്നെ വാടക കുടിശ്ശികയുണ്ട്. അദ്ദേഹം വാടക കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ കത്തുകൾക്കൊന്നും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ പരിപാടി ഇവിടെ സെലക്ഷൻ പരിപാടി ഇവിടെ നടക്കുന്ന വിവരം തന്നെ അറിയിച്ചില്ല. അതുകൊണ്ട് ഗേറ്റ് പൂട്ടിയിരുന്നതാണ്, അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് രേഖാമൂലം അറിയിക്കേണ്ട കാര്യമാണ്. അത് അറിയിച്ചില്ല എന്നാണ് പി.വി. ശ്രീനിജൻ എം.എൽ.എ. പറയുന്നത്. അതുകൊണ്ട് രാവിലെ സ്വാഭാവികമായ നിലയിൽ ഗേറ്റ് പൂട്ടിയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ ഈ വിഷയത്തിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പറയുന്നത് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സാങ്കേതികപരമായി എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ വാദം. അത്തരത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ കുട്ടികൾ പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഏകദേശം 3.5 മണിക്കൂറോളം തങ്ങൾ പുറത്തു നിന്നു എന്നാണ് കുട്ടികൾ തന്നെ വ്യക്തമാക്കുന്നത്. അവസാനം ഇത് കൊച്ചിൻ കോർപ്പറേഷന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. കൊച്ചിൻ കോർപ്പറേഷനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന്റെ കൗൺസിലർ ഇടപെട്ടുകൊണ്ടാണ് ഈ ഗേറ്റ് തുറന്നു കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ ട്രയൽ റൺ എല്ലാം ഇതിന്റെ പരിപാടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് സെലക്ഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് കൂടുതൽ വെയിലുള്ള ഒരു സമയമാണ്. രാവിലത്തെ ഒരു ടൈം ലാഗ് ഇവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കൂടുതൽ വെയില് ഉദിച്ചിരിക്കുന്ന ഒരു സമയത്തേക്ക് ഈ സെലക്ഷൻ മാറി എന്നത് ഒരു വലിയ കാര്യമാണ്. അത് കുട്ടികളെ ഏത് തരത്തിൽ കുട്ടികളെ വളരെ മോശമായി ബാധിക്കും. ഈ വാടക കുടിശ്ശികയുടെ കാര്യം പറഞ്ഞിട്ടാണല്ലോ ഇത്തരത്തിലുള്ള നടപടിയിലേക്കൊക്കെ പോകുന്നതും ഒരു തർക്കം ഉണ്ടാകുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ട്രയൽ നടത്തുന്നതിന് പ്രത്യേകമായിട്ടുള്ള അനുമതി മേടിക്കണമെന്നുള്ള നിബന്ധന ഉള്ളതാണോ, അല്ലെങ്കിൽ ഈ വാടകയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണോ ഇത്? തീർച്ചയായും 8 ലക്ഷം രൂപ വാടക കുടിശ്ശികയുണ്ടെന്നാണ് എം.എൽ.എ. ശ്രീനിജൻ പറയുന്നത്. അതുകൊണ്ട് അത് അറിയിച്ചില്ലെന്നും അത് മാത്രവുമല്ല ഈ ബ്ലാസ്റ്റേഴ്സിന്റെ പരിപാടി തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നുമാണ് ശ്രീനിജൻ വ്യക്തമാക്കുന്നത്. ശ്രീനിജനുമായി ബന്ധപ്പെട്ടിടത്തോളം അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അതായത് അതുകൊണ്ട് സ്വാഭാവികമായ രീതിയിൽ ഗേറ്റ് പൂട്ടിക്കിടന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല, ഈ സ്ഥലത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇത് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഈ കരാറോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമെന്ന കാര്യങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ സംസ്ഥാന സ്പോർട്സ് കൗൺസിലും ജില്ലാ സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള തർക്കങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ഒരു ആകെത്തുകയാകാം ഈ പ്രശ്നം എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള കരാറുകൾ ഉറപ്പായും സംസ്ഥാന സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ലേ? അത് തീർച്ചയായും. അത് പക്ഷെ കൃത്യമായി ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ചില്ല എന്നാണ് ശ്രീനിജൻ എം.എൽ.എയുടെ വാദം. അതാണ് ഇവിടെ വരുന്നത്. കാരണം ഇത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പൂട്ടുന്ന അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള ഒരു സ്കൂളും ഗ്രൗണ്ടും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വമാണോ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. എന്തായാലും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ഓഫീസിലേക്ക് അല്പസമയത്തിനകം ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ മാർച്ചും
ഇതുമായി ബന്ധപ്പെട്ട യുവജന സംഘടനകളുടെ ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം വിശദീകരണങ്ങൾ കൃത്യമായി രേഖാമൂലം തന്നെ വിശദീകരണങ്ങൾ സ്പോർട്സ് കൗൺസിൽ നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് കുട്ടികളെ ഭയങ്കരമായി ബാധിച്ചു എന്നുള്ളതാണ് ഇതിലെ വിഷയം. എന്തായാലും അത്തരത്തിൽ ഒരു വലിയ പ്രശ്നം രാവിലെ ഒരു 3.5-4 മണിക്കൂറോളം ഇതൊരു വലിയ പ്രശ്നമായി തന്നെ ഉണ്ടായി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. എബി, തീർച്ചയായും കൊച്ചി പനമ്പള്ളി നഗറിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റേഡിയത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ-17 സെലക്ഷൻ ക്യാമ്പ് എന്ന് നിശ്ചയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് കുടിശ്ശിക നൽകാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഗേറ്റ് പൂട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. കുട്ടികൾ ഏതാണ്ട് മണിക്കൂറുകൾ പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ 8 ലക്ഷം രൂപ കുടിശ്ശിക നൽകാനുണ്ട് എന്നുള്ളതാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ വാദം. എന്നാൽ അത് തള്ളുകയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. ഒരു തരത്തിലുള്ള കുടിശ്ശികയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല എന്നുള്ളതാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. മന്ത്രി ഇടപെട്ടാണ് ഒടുവിൽ ഗേറ്റ് തുറക്കുകയും കുട്ടികൾ അകത്ത് കടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വതി.